പ്രിയപ്പെട്ടവരെ, സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത 100ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള ഒരു യാത്രയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതാണ്. നമ്മളെല്ലാവരും ആ യാത്രയെ സ്വീകരിക്കാനും ആനയിക്കാനും ആ യാത്രയിലൊരു കണ്ണിയാവാനും ഒക്കെ കാത്തിരിക്കുകയുമാണ്. സമസ്തയുടെ നായകൻ്റെ ഒരു യാത്ര എന്നത് സമസ്ത പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം പൊതുസമൂഹവുമൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും സമസ്ത പ്രവർത്തകർക്ക് അത് വളരെ വലിയ ആവേശമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. എന്തൊക്കെയായിരിക്കും ഈ യാത്രയുടെ ഭാഗമായി സജ്ജീകരിക്കുക, ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും സ്വീകരണ പരിപാടികൾ എങ്ങനെയായിരിക്കും നടക്കുക, ആരൊക്കെയായിരിക്കും ആ സ്വീകരണത്തിൽ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുക, എന്തൊക്കെ പ്രഖ്യാപനങ്ങളും പദ്ധതികളുമായിരിക്കും മുന്നോട്ട് വരിക, അങ്ങനെ തുടങ്ങി കേരളത്തിൽ ഒരുപാട് യാത്രകൾ കടന്നു പോയിട്ടുണ്ട്. കന്യാകുമാരി മുതൽ മഞ്ചേശ്വരം വരെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ, കാസർഗോഡ് വരെ എന്നൊക്കെ പറഞ്ഞ് പല യാത്രകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കന്യാകുമാരി തമിഴ്നാട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്, കർണാടകയിലെ മംഗലാപുരത്താണ് ഇത് സമാപിക്കുന്നത്. ആ തരത്തിൽ വളരെ വലിയ പ്രത്യേകതകൾ ഈ യാത്രക്കുണ്ട് എന്നത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. സമസ്ത ജന്മശതാബ്ദി സന്ദേശയാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ യാത്രയുടെ തീയതിയും സ്ഥലവും എല്ലാം ഇപ്പോൾ സംഘാടക സമിതി തയ്യാറാക്കുകയും അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ യാത്ര: തമിഴ്നാട്, കേരളം, കർണാടക. ഡിസംബർ 19 മുതൽ 28 വരെ 10 ദിവസങ്ങളിലായിട്ടാണ് ഈ യാത്ര നടക്കുന്നത്. ഈ യാത്രയുടെ ആരംഭം നേരത്തെ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നാണ്. ഡിസംബർ 19 അഥവാ കന്യാകുമാരിയിൽ പരിപാടി നടക്കുന്ന ഡിസംബർ 19 അന്ന് വെള്ളിയാഴ്ച 4 മണിക്ക് കന്യാകുമാരിയിലെ നാഗർകോവിൽ നിന്നാണ് ആ യാത്ര തുടക്കം കുറിക്കുക. ആരായിരിക്കും ആ യാത്രക്ക് പതാക കൈമാറുക, തുടക്കം കുറിക്കുക എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടുപിറ്റേ ദിവസം ഡിസംബർ 20 2 പരിപാടികൾ നടക്കുന്നുണ്ട്. ആദ്യത്തേത് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഗാന്ധി പാർക്കിലാണ് ആദ്യത്തേത്. തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ ആ ഗാന്ധി പാർക്കിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അന്ന് തന്നെ വൈകിട്ട് 3 മണിക്ക് കൊല്ലം ജില്ലയിലുള്ള സമസ്ത പ്രവർത്തകർക്ക് വേണ്ടി കൊല്ലം ജില്ലയിലെ കൊല്ലൂർ വിളയിലാണ് സ്വീകരണ ചടങ്ങ്. അന്നേ ദിവസം തന്നെയാണ്. തൊട്ടുപിറ്റേ ദിവസം 21 ഡിസംബർ 21 ഞായറാഴ്ച പത്തനംതിട്ടയിലെ പന്തളത്താണ്. പന്തളം വളരെ പേര് കേട്ട, വളരെ പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലം കൂടിയാണ്. ആ പ്രദേശത്താണ് രാവിലെ 10 മണിക്ക് ആദ്യ സ്വീകരണം നടക്കുന്നത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ മറ്റ് 2 സ്വീകരണ കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. അന്ന് 3 പ്രോഗ്രാം ഒരു ദിവസം നടക്കുന്നുണ്ട്. രണ്ടാമത്തേത് കോട്ടയം തിരുനക്കര മൈതാനത്തും, അത് 3 മണിക്കാണ്. 4 മണിക്ക് ആലപ്പുഴ ബീച്ചിലും സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടും തൊട്ടടുത്ത് നടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അധികം ദൂരമൊന്നും ഈ 2 ജില്ലകൾ തമ്മിലോ അല്ലെങ്കിൽ ഈ 2 സ്വീകരണ കേന്ദ്രങ്ങൾ തമ്മിലോ ഇല്ലാത്തതുകൊണ്ട് അന്ന് 3 പ്രോഗ്രാം അത് വളരെ പെട്ടെന്ന് തന്നെ സമയബന്ധിതമായിട്ട് നടക്കും. ഇതിൽ നമുക്കെടുത്ത് പറയേണ്ട കാര്യം, ഏത് സ്വീകരണ കേന്ദ്രങ്ങളിലാണെങ്കിലും ജാഥാനായകൻ എത്തുന്നതിന് മുൻപ് തന്നെ കാര്യപരിപാടികളും അതോടൊപ്പം തന്നെ മറ്റു പദ്ധതികളും പ്രസംഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജാഥാനായകൻ എത്തുന്ന സമയത്ത് ആ സ്വീകരണം നടന്ന് അതിൻ്റെ മറ്റു പരിപാടികളൊക്കെ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഒന്നും നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തൊട്ടുപിറ്റേ ദിവസം 22 തിങ്കൾ 2 സ്വീകരണങ്ങളാണ്. രാവിലെ 10 മണിക്ക് ഇടുക്കി തൊടുപുഴയിലും 3 മണിക്ക് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലുമാണ് സ്വീകരണം നടക്കുക. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വളരെ പെട്ടെന്നാണ് തിരുവിതാംകൂറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് മധ്യ കേരളത്തിലേക്ക് എത്തി. മധ്യ കേരളത്തിൻ്റെ ഒരു യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ എറണാകുളം തന്നെയാകാം എന്നതാണ്. തൊട്ടുപിറ്റേ ദിവസം ഡിസംബർ 23 2 പരിപാടികൾ. അന്ന് മലബാറിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുകയാണ്. രാവിലെ 10 മണിക്ക് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്, 3 മണിക്ക് മലപ്പുറം വെസ്റ്റ് ജില്ലയായ തിരൂരിലുമാണ് സ്വീകരണങ്ങൾ നടക്കുക. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സമസ്തയുടെ ധാരാളം പ്രവർത്തകരുള്ള സംഘടനാ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറവും. തൃശ്ശൂരും മറ്റ് ജില്ലകളൊക്കെ അങ്ങനെ തന്നെയാണെങ്കിൽ പോലും ആൾബലം കൊണ്ടും എണ്ണബലം കൊണ്ടുമൊക്കെ ഒരുപാട് അണികൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ മലപ്പുറം എന്നത്. അതോടൊപ്പം തന്നെ 24 തൊട്ടുപിറ്റേ ദിവസം 10 മണിക്ക് മലപ്പുറം ഈസ്റ്റ് ജില്ല, മലപ്പുറം സംഘടനാ സംവിധാനത്തിൽ സമസ്തക്ക് മലപ്പുറം വെസ്റ്റും അതോടൊപ്പം തന്നെ ഈസ്റ്റും എന്ന് പറഞ്ഞിട്ടുള്ള 2 സംവിധാനങ്ങളാണ്. അതിൽ ഈസ്റ്റ് ജില്ലയുടേത് നടക്കുന്നത് മലപ്പുറം ടൗണിൽ തന്നെയാണ് എന്നുള്ളതാണ്. അന്ന് തന്നെ വൈകിട്ട് 3 മണിക്ക് പാലക്കാട് ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കും. പാലക്കാട് ജില്ലയുടേത് മണ്ണാർക്കാട്ടുമാണ് നടക്കുക. ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ യാത്ര പോവുകയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് തുടങ്ങിയത്, കന്യാകുമാരിയിൽ നിന്ന്. വീണ്ടും ഈ മണ്ണാർക്കാട് നിന്ന് നമ്മൾ നേരെ സമസ്തയുടെ ശക്തി പ്രദേശങ്ങളാണ്
ഈ നീലഗിരി, ഗൂഡല്ലൂര്, കൊടക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. ആ പ്രദേശങ്ങളിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിച്ചേരേണ്ട ഒരു സ്വീകരണ കേന്ദ്രം കൂടിയാണ്. തമിഴ്നാട്ടിൽ 2 സ്വീകരണ കേന്ദ്രങ്ങൾ, അതിലെ ഒന്ന് കന്യാകുമാരിയാണെങ്കിൽ മറ്റൊന്ന് ഗൂഡല്ലൂരിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഡിസംബർ 25 വ്യാഴാഴ്ച രാവിലെ 10 മണിക്കാണ് ഈ പ്രോഗ്രാം. ഗൂഡല്ലൂരിൽ നിന്നും നേരെ തൊട്ടടുത്ത വയനാട് ജില്ലയിലേക്ക് വരികയാണ്. ഉച്ചക്ക് 3 മണിക്ക് വയനാടിൻ്റെ പ്രധാന കേന്ദ്രമായ കൽപ്പറ്റയിൽ അന്ന് ഈ യാത്ര സംഗമിക്കും. തൊട്ടുപിറ്റേ ദിവസം ഡിസംബർ 26 വെള്ളിയാഴ്ച അന്ന് കോഴിക്കോട് കടപ്പുറത്തൊരു വലിയ സമ്മേളനം നടക്കുകയാണ്. അന്നാണ് ഒരു സ്വീകരണം മാത്രമാണ് അന്നുള്ളത്. കോഴിക്കോട്ടൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിരവധി സ്വീകരണങ്ങളും സമ്മേളനങ്ങളും കണ്ട കോഴിക്കോട് ബീച്ചിലാണ് ആ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മലബാറിലെയും അതോടൊപ്പം തന്നെ ഈ യാത്രയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിട്ട് കോഴിക്കോട്ടെ ഈ ഒരു സമ്മേളനം മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം കോഴിക്കോടിൻ്റെ കടപ്പുറത്തെ ഒരു സമ്മേളനം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സമ്മേളനമാണ്. അങ്ങനെ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. അത് ഈ സമ്മേളനത്തിലും ഉണ്ടാകും എന്നത് പറയേണ്ടതില്ലല്ലോ. കോഴിക്കോട് നിന്നും തൊട്ടുപിറ്റേ ദിവസം നമ്മൾ കണ്ണൂരിലെത്തും. അന്നും ഒരു പ്രോഗ്രാം മാത്രമാണുള്ളത്. കണ്ണൂർ പോലീസ് മൈതാനത്ത് 3 മണിക്കാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ഡിസംബർ 28 സമ്മേളന ജില്ലയായ കാസർഗോഡിലേക്ക് യാത്ര കടക്കുകയാണ്. സമ്മേളന ജില്ലയിലെ തളങ്കരയിലാണ് സ്വീകരണം നടക്കുന്നത്. രാവിലെയാണ് ഈ സ്വീകരണം ഉണ്ടാവുക. അന്ന് തന്നെയാണ് ഈ സമാപനവുമുള്ളത്. 28 വൈകിട്ട് 3 മണിക്ക് മംഗലാപുരത്ത് കർണാടകയിലേക്ക് നമ്മുടെ യാത്ര കടക്കുന്നു. ആ യാത്ര വളരെ ചരിത്രപരമായ ഈ യാത്ര മംഗലാപുരത്ത് സമാപിക്കുന്ന തരത്തിലാണ് യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കന്യാകുമാരിയിൽ നിന്നും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് കർണാടകയിലെ മംഗലാപുരത്ത് സമാപിക്കുന്ന ഈ യാത്രയിലുടനീളം സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ, പോഷക സംഘടനകളുടെ നേതാക്കൾ, ഭാരവാഹികൾ, പ്രത്യേക വോളണ്ടിയർമാർ തുടങ്ങിയവർ സ്ഥിരാംഗങ്ങളായി ഈ യാത്രയെ അനുഗമിച്ചു കൊണ്ടിരിക്കും. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സമസ്തയുടെയും സമൂഹത്തിലെ വിവിധ വിഭാഗത്തിലുള്ളവർ എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, വിവിധ മത നേതാക്കൾ, സാംസ്കാരിക സംഘടനകളുടെ നായകർ, ഉദ്യോഗസ്ഥ, പൗരപ്രമുഖർ, ഭരണകർത്താക്കൾ, അങ്ങനെ തുടങ്ങി വിവിധ ദിക്കുകളിലുള്ള ആളുകൾ, വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ഒക്കെ സംബന്ധിക്കുന്ന വളരെ വലിയ ഒരു യാത്ര. സമസ്തയുടെ ഒരു യാത്ര എന്നത് അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാകും. എല്ലാവരും കാത്തിരിക്കുന്നതും ഈ ഒരു അനുഭൂതിക്ക് വേണ്ടി തന്നെയാണ്. ആ തരത്തിലേക്ക് നമ്മുടെ യാത്ര മാറുന്നു. ആ യാത്രയെ നമ്മൾ കാത്തിരിക്കുന്നു. ആ യാത്രയുടെ ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് ആ യാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി കടക്കേണ്ടതുള്ളത്.